നമസ്കാരം. ഒരു കാലത്ത് സെഡാനുകളിലൂടെ രാജ്യം വെട്ടിപ്പിടിച്ചവരാണ് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളായ സ്കോഡ. ഒക്ടാവിയ, സൂപ്പർബ്, റാപ്പിഡ് തുടങ്ങിയ തട്ടുപൊളിപ്പൻ മോഡലുകളാണ് ബ്രാൻഡ് നിറയിൽ നിന്നും നിരത്തുകളെ ഭരിക്കാനെത്തിയത്. അക്കാലത്ത് പാവങ്ങളുടെ ബെൻസ് എന്ന രീതിയിലും സ്കോഡ വിശേഷങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഒടുക്കത്തെ യാത്രാസുഖവും അതിനൊത്ത പെർഫോമൻസുമെല്ലാമാണ് ഒക്ടാവിയ പോലുള്ള കാറുകളെ ജനങ്ങളിലേക്ക് അടുപ്പിച്ചത്. എന്നാൽ അതിനിടയിൽ മെയിൻ്റനൻസ് കോസ്റ്റിന്റെ പേരിൽ കമ്പനി ചില ചീത്ത പേരുകൾ കേൾക്കാനും തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അങ്ങനെ കാശുള്ളവർക്ക് മാത്രമുള്ള ബ്രാൻഡായ ഒരു വിഭാഗം സ്കോഡയെ മുദ്ര കുത്തുകയും ചെയ്തു. പക്ഷേ ഇതിലൊന്നും തളരാതിരുന്ന കമ്പനി ഇന്ത്യക്കായി പ്രൊജക്ട് 2.0 പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കുശാഖ് SUV-യും സ്ലാവിയ പ്രീമിയം സെഡാനും കളത്തിലിറങ്ങിയതോടെ നഷ്ടപ്പെട്ട ഇമേജ് സ്കോഡ തിരികെ പിടിച്ചു. ഇപ്പോൾ കൈലാക് എന്ന സബ് 4 മീറ്റർ SUV-യെ കൂടി അവതരിപ്പിച്ച് ജനകീയമായി മാറിയിരിക്കുകയാണ് കമ്പനി. വരാനിരിക്കുന്ന 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ സജീവമായിരിക്കും സ്കോഡ. ഇതിന്റെ ഭാഗമായി പുത്തൻ കോഡിയാക് SUV, ഒക്ടാവിയ RS തുടങ്ങിയ മോഡലുകളും സ്കോഡ അവതരിപ്പിക്കുമെന്നാണ് വിവരം. ഇതുകൂടാതെ എക്സിക്യൂട്ടീവ് സിഡാനായ സൂപ്പർബിന്റെ പുതു മോഡലിനെയും കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സ്കോഡ ഇപ്പോൾ. മെഴ്സിഡൻസ് ബെൻസിന്റെയും BMW-ന്റെയും എല്ലാം എൻട്രി ലെവൽ മോഡലുകളുടെ വിൽപ്പന പിടിക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡിന്റെ ലക്ഷ്യം. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പുതിയ കോഡിയാക്, ഒക്ടാവിയ RS എന്നിവയ്ക്കൊപ്പം ഇന്ത്യയിൽ 4ാം തലമുറ സൂപ്പർബിനെയും ആദ്യമായി പ്രദർശിപ്പിക്കുന്ന വാർത്ത സന്തോഷത്തോടെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 2023 അവസാനത്തോടെയാണ് വാഹനത്തിന്റെ പുതുതലമുറ ആവർത്തനം ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പുതിയ സൂപ്പർബ് അതിന്റെ മുൻഗാമിയേക്കാൾ കൂടുതൽ സ്റ്റൈലിഷ് ആണെന്നതിൽ സംശയമൊന്നും വേണ്ട. കൂടാതെ പരമ്പരാഗത സ്കോഡ സിഗ്നേച്ചർ സ്റ്റൈലിംഗ് മിശ്രണവും കാണാനാകും. ബ്രാൻഡിന്റെ മോഡേൺ സോളിഡ് ഡിസൈൻ ഭാഷയിൽ എക്സിക്യൂട്ടീവ് സെഡാൻ ആളാകെ മാറിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില്ല്, 2D ലോഗോ, 2 വശങ്ങളിലായി ബൈ LED മൊഡ്യൂളുകളുള്ള പുതിയ LED മാട്രിക്സ് ഹെഡ്ലൈറ്റുകൾ എന്നിവയാണ് കാറിന്റെ മുൻവശത്തിന് അഴകേകുന്നത്. ഗ്രില്ലിന് ചുറ്റുമുള്ള സവിശേഷമായ ഡാർക്ക് ക്രോം സറൗണ്ട് നൽകിയിട്ടുണ്ടെന്നതും കിടിലമാണ്. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും മികവ് പുലർത്തിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ആഡംബര കാറുകളോട് കിടപിടിക്കുന്ന രീതിയിൽ പണിതിരിക്കുന്ന അകത്തളം രാജകീയ യാത്രയാണ് സമ്മാനിക്കുന്നത്. അതിനായി വേണ്ടുന്ന ഫീച്ചറുകളും സംവിധാനങ്ങളുമെല്ലാം കമ്പനി കോർത്തിണക്കിയിട്ടുണ്ട്. പുതിയ കോഡിയാക്കിൽ കാണുന്നത് പോലെ പുതിയ സൂപ്പർബിന് ഡാഷ്ബോർഡിൽ സ്മാർട്ട് ഡയൽ കൺട്രോളുകൾ ലഭിക്കുന്നുണ്ട്. ഉപഭോക്തൃ മുൻഗണനകൾ അനുസരിച്ച് വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായി ഈ നിയന്ത്രണങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. വലിയ 12.9 ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീനാണ് ഡാഷ്ബോർഡിൽ ആധിപത്യം പുലർത്തുന്നത്. ഡുവൽ ഡിജിറ്റൽ ഡിസ്പ്ലേകൾ മനോഹരമായി ഒരുക്കാനും സ്കോഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. റിയർ AC ബെഞ്ചുകൾ, USB-C ചാർജിംഗ് പോർട്ടുകൾ, ആംബിയന്റ് ലൈറ്റിംഗ്, ലെവൽ 2 ADAS, പാർക്ക് അസിസ്റ്റ്, 10 എയർ ബാഗുകൾ, EBD ഉള്ള ABS, ട്രാക്ഷൻ കൺട്രോൾ പ്രോഗ്രാം, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടിംഗ് പോയിന്റുകൾ, അത്യാഹിത സാഹചര്യങ്ങളിൽ കാറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന എമർജൻസി അസിസ്റ്റ് പ്രോഗ്രാം എന്നീ ഫീച്ചറുകളെല്ലാം കോർത്തിണക്കിയാവും സൂപ്പർബ് കടന്നുവരിക. വിപണിയെ ആശ്രയിച്ച് ഒന്നിലധികം പെട്രോൾ, ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് സൂപ്പർബ് വരുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാവും വാഹനത്തിന് തുടിപ്പേകാൻ എത്തുക എന്നാണ് വിവരം. 201 bhp പവറിൽ 330 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി സ്റ്റാൻഡേർഡായി ജോഡിയാക്കും. കഴിഞ്ഞ വർഷം പൂർണ്ണ ഇറക്കുമതിയായി അവതരിപ്പിച്ച നിലവിലെ സൂപ്പർബ് പോലെ പുതുതലമുറ ആവർത്തനവും CPU യൂണിറ്റ് ആയിട്ടാവും ഇന്ത്യയിലെത്തുക. സൂപ്പർബിന്റെ ഉൽപാദന കേന്ദ്രം ചെക്കിയയിലെ ക്വാസനിയിൽ നിന്ന് സ്ലോവാക്കിയയിലെ ബ്രാൻഡിസ്ലാവിയയിലുള്ള VW ഗ്രൂപ്പിന്റെ പ്ലാന്റിലേക്ക് മാറ്റിയതാണ് ഇതിന്റെ പ്രധാന കാരണം. വില നോക്കുമ്പോൾ ഹ്യുണ്ടായി ട്യൂസൺ, BYD Atto 3, BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പെ, ടൊയോട്ട ക്രാമി ഹൈബ്രിഡ് തുടങ്ങിയ വമ്പന്മാരോടാവും മത്സരിക്കേണ്ടി വരിക.